നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൗണ്ടറി ലൈൻ ത്രോസ് ആണ്. ബൗണ്ടറി ലൈനിൽ നിന്ന് നമ്മൾ റൺഔട്ടിന് വേണ്ടി നമ്മൾ കീപ്പറിന്റെ കയ്യിലോ ബോളറിന്റെ കയ്യിലോ ത്രോസ് നമ്മൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാച്ചസിലുള്ളതാണ്. ലോങ് ത്രോസ് എറിയുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ഇഞ്ചുറീസ് വരാതിരിക്കാനും നമുക്ക് കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ത്രോസ് കൊടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. അതിന്റെ പേരാണ് വൺ ബൗൺസ് ത്രോ. സോ വൺ ബൗൺസ് ത്രോ എങ്ങനെയാണ് എറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ലൈനിൽ നിന്ന് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ത്രോ കൊടുത്താൽ മാത്രമേ വളരെ ഫാസ്റ്റ് ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കയ്യിൽ അല്ലെങ്കിൽ ബോളറിന്റെ കയ്യിലേക്ക് ബോൾ ത്രോ എത്തത്തുള്ളൂ. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് റൺഔട്ട് ചാൻസസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ത്രോ എറിയുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഡയറക്റ്റ് കീപ്പറിന്റെ കയ്യിലോ ബോളറിന്റെ കയ്യിലോ എറിയാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ത്രോ എറിയാം. അതല്ല, നമുക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടുതലാണ്, ബൗണ്ടറിയോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വൺ ബൗൺസ് ത്രോ. സോ വളരെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ത്രോ എറിയുക. ഫ്ലാറ്റ് ആയിട്ട് എറിയുന്ന ത്രോ വൺ ബൗൺസിൽ വിക്കറ്റ് കീപ്പറിന്റെ കയ്യിലോ ബോളറിന്റെ കയ്യിലോ എത്തിക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ ടർഫിക്കലിലാണ് നിങ്ങൾ മാച്ചസ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിക്കറ്റ് ആയിരിക്കില്ല, ഒന്നിലധികം വിക്കറ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് എല്ലാ ഗ്രൗണ്ടിലും കൂടുതലാണ്. സോ അവിടെയൊക്കെ നമ്മൾ എറിയുന്ന ത്രോ വൺ ബൗൺസ് നേരെ വന്ന് വിക്കറ്റിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രോ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കയ്യിൽ എത്താനുള്ള ഒരു ചാൻസും കൂടി അവിടെ ഉണ്ട്. സോ വൺ ബൗൺസ് ത്രോ കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ബോളറിന്റെ കയ്യിലോ വിക്കറ്റ് കീപ്പറിന്റെ കയ്യിലോ നമുക്ക് എത്തിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. സോ അവിടെ നമുക്ക് റൺ ഔട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ അടുത്ത തവണ നിങ്ങൾ മാച്ചസ് കളിക്കുമ്പോൾ വൺ ബൗൺസ് ത്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ IPL പോലെയുള്ള മാച്ചസ് ഫാസ്റ്റ് ഗെയിമുകളെല്ലാം നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ വൺ ബൗൺസ് ത്രോ എറിയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലും കൊണ്ടുവരാൻ നോക്കുക. സോ അതോടുകൂടി നിങ്ങൾക്ക് വൺ ബൗൺസ് ത്രോ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റൺഔട്ട് ചാൻസസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡർ ആവാനും അതുവഴി പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്.